أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ, അതിൻ്റെ 32-ാം സൂക്തം മുതലുള്ള 1-2 വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ഗശിയഹും മൗജുൻ കല്ലുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ ഫമിൻഹും മുഖ്തസിദുൻ വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ. അർത്ഥം, പർവ്വതങ്ങൾ പോലുള്ള തിരമാല അവരെ മൂടിക്കളഞ്ഞാൽ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവനോട് അവർ പ്രാർത്ഥിക്കും. എന്നാൽ അവരെ അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തുമ്പോഴോ അവരിൽ ചിലർ മര്യാദ പാലിക്കുന്നവരായിരിക്കും, മിതത്വം പാലിക്കുന്നവരായിരിക്കും. പരമവഞ്ചകന്മാരും നന്ദി കെട്ടവരും ആരെല്ലാമോ അവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ, ഇപ്പോൾ ഗഷിയ എന്ന് പറഞ്ഞ മൂടി, യഗുഷ മൂടുന്നു, ഗഷിയാൻ മൂടൽ, മൗജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരമാല, അംവാജ് തിരമാലകൾ, ലുലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥമാക്കുന്നത് ജിബാല് പർവ്വതങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ ഗമാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘങ്ങൾ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ അത് മഹാന്മാരായിട്ടുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലുലൽ കൽ ജിബാലി വൽ ഗമാം എന്ന് മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ല ഹിജ്റ 774 വഫാത്തായിട്ടുള്ള മഹാനവറുകളുടെ തഫ്സീറുൽ ഖുർആനിൽ അളീമിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലുലൽ എന്ന് പറഞ്ഞാൽ ജിബാല്, ഗമാം പർവ്വതങ്ങൾ എന്നും മേഘങ്ങൾ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ലുലൽ, ലുല്ലത്ത്, ലുലൽ അതാണ് അതിൻ്റെ ഏകവചനവും ബഹുവചനവും. പിന്നീട് ഈ ആയത്തിൽ പ്രധാനപ്പെട്ട പദങ്ങളായിട്ടുള്ളത്, ഇപ്പോൾ ദഅവുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടവർ പ്രാർത്ഥിച്ചു എന്നർത്ഥം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും എന്നുള്ള ഒരു കാര്യത്തിനാണത് പ്രയോഗിച്ചുള്ളത്. മുഖ്ലിസീന നിഷ്കളങ്കരായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ കാപട്യമില്ലാത്ത ആളുകളായിക്കൊണ്ട്. അദ്ദീൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ മതം എന്നർത്ഥം പറയാറുണ്ട്, കീഴ്വണക്കം, അനുസരണം എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നജ്ജ രക്ഷിച്ചു, ഫലമ്മാ നജ്ജ രക്ഷിച്ചപ്പോൾ, യുനജ്ജി രക്ഷിക്കുന്നു, നജ്ജ യുനജ്ജി നജാത്ത് രക്ഷ. പിന്നെ അൽബർ കര, മുഖ്തസിദുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിതാവസ്ഥയിലുള്ളവൻ, മിതത്വം പാലിക്കുന്നവൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, മുഖ്തസിദുൻ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുള്ള ഒരു പദമാണ്. മുഖ്തസിദുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരയിലേക്ക് ജനങ്ങളെ രക്ഷപ്പെടുത്തി കൊടുത്തി കഴിഞ്ഞാൽ ചില ആളുകൾ എന്ത് ചെയ്യും, നല്ലവരായി, പിന്നെ മുസ്ലിമായില്ല എങ്കിലും അവരുടെ സത്യനിഷേധം കുറക്കുകയും അങ്ങനെ ഒരു മിതത്വം പാലിക്കുന്ന ആളുകളായിട്ട് മാറും. കടുത്ത കുഫാറുകളായിരിക്കാം മുമ്പ്, പക്ഷേ
അവർ ഇങ്ങനെ പ്രകൃതിക്ഷോഭം കടൽക്ഷോഭമൊക്കെ ഉണ്ടായിട്ട് കടലിൽ ദുരന്തത്തിലകപ്പെട്ടുകൊണ്ട് അങ്ങനെ അള്ളാഹുവിനോട് മാത്രം ആ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് അവരെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവർ പഴയ ആ കുഫറിൽ പിന്നെ ആ ശക്തമായ വിധത്തിൽ മടങ്ങുകയില്ല. എല്ലാവരും ഇല്ല, കുറേ ആളുകൾ. അതാണ് ഫമിൻഹും അവരിൽപ്പെട്ടവരുണ്ട് മുഖ്തസിദുൻ എന്ത് മിതത്വം പാലിക്കുന്നവനാ. എന്നാൽ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു ഒക്കെ അതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത് ഐ കാഫിറുൻ നിഷേധി എന്ന് തന്നെയാണ് മുഖ്തസിദ് എന്നുള്ളതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. ജാഹിദ് എന്നുള്ള അർത്ഥത്തിൽ കാഫിർ എന്ന് അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ആയത്തിൽ മുഖ്തസിദ് എന്ന് പറഞ്ഞാൽ മിതാവസ്ഥയിലുള്ളവൻ. യജ്ഹദു ജഹദ യജ്ഹദു ജഹ്ദൻ, ജഹദർ നിഷേധിച്ചു, യജ്ഹദു നിഷേധിക്കുന്നു, ജഹദ് നിഷേധിക്കൽ. ഖത്താർ എന്ന് പറഞ്ഞാൽ ഗദ്ദാർ എന്നർത്ഥം, അതിവഞ്ചകൻ എന്നർത്ഥം. കഫൂർ എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നതായ കാര്യം, ആ മക്കത്തുണ്ടായിരുന്ന ജനങ്ങളിൽ അവരെന്ത് ചെയ്യും, കടൽക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോൾ, കടലിൽ യാത്ര ചെയ്യുമ്പോൾ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ കാറ്റും കോളും വന്ന് തിരമാലകൾ പർവ്വതങ്ങൾ കണക്കെ വലിയ മേഘങ്ങൾ കണക്കെ വരുമ്പോൾ അവരുടെ കപ്പലുകൾ ആടി ഉലയും. അവർ മനസ്സിലാക്കും, ഇനി ലാത്തയോടോ ഉസ്സയോടോ മനാത്തയോടോ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഏകനായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ടേ രക്ഷയുള്ളൂ എന്ന്. ആ സന്ദർഭത്തിൽ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് നിഷ്കളങ്കരായിക്കൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ അള്ളാഹു അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തും. അങ്ങനെ രക്ഷപ്പെടുത്തിയാൽ ചില ആളുകൾ വീണ്ടും ശക്തമായ കുഫറിലേക്ക് പോകും. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും, ആ കുഫർ തൗഹീദ് അംഗീകരിച്ചില്ല എങ്കിലും കുഫർ ഒന്ന് മിതത്വമാക്കും. അതാണ് മുഖ്തസിദ് എന്നുള്ളത്. എന്നിട്ട് അല്ലാഹു തആല അവസാനം പറയണ വമാ യജ്ഹദു ബിആയാതിന ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അതിവഞ്ചകന്മാരും നന്ദി കെട്ട ആളുകളുമല്ലാതെ നിഷേധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കത്ത് മുശ്രിക്കുകളുടെ സ്വഭാവം പല അധ്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാ 67 വഇദാ മസ്സകുമുൽ ദുർറു ഫിൽ ബഹരി, സമുദ്രത്തിൽ നിങ്ങൾക്ക് വല്ല ദുരിതവും ബാധിച്ചാൽ ലല്ലമൻ തദ്ഔന ഇല്ലാ ഇയാഹു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായ നിങ്ങളുടെ മൂർത്തികൾ ആരാധ്യന്മാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വഴിതെറ്റും, അവരൊക്കെ അപ്രത്യക്ഷമാകും. ഇല്ല ഇയാഹു, അവൻ മാത്രമല്ലാതെ, അള്ളാഹു മാത്രമല്ലാതെ എന്നാ. അതായത് അപ്പം അവർക്ക് അള്ളാഹിനെ മാത്രമേ അറിയുള്ളൂ എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൻ്റെ സൂറ അൽ അങ്കബൂത്ത് എന്ന് പറയുമ്പോൾ 29-ാം അധ്യായം അതിൻ്റെ 65-ാം സൂക്തത്തിൽ പറയുന്നുണ്ട് ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കപ്പലിൽ യാത്ര പോയാൽ അപ്പോൾ അവിടെ ക്ഷോഭമുണ്ടാകുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കും. ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാഹും യുശ്രികൂൻ, അങ്ങനെ അവരെ നാം കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ അവരതാ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഈ ആശയം പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ പറയുന്ന സൂറ ലുഖ്മാൻ 32-ലും ഇത് പറയുന്നു. അപ്പോൾ ഇസ്രാ 67, അങ്കബൂത്ത് 65, ലുഖ്മാൻ 32 ഈ ഒരേ കാര്യം പല രൂപത്തിലായിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ ഒരു നന്ദി കെട്ട സ്വഭാവം എന്താണ്, അവർക്ക് അല്ലാഹു തആല അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവൻ ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദി ചെയ്യാൻ മറക്കുകയാണത്, വിസ്മരിക്കുകയാണ്, അഹങ്കാരം കൊണ്ടും മറ്റുമൊക്കെ. അതാണ് പറയുന്നത്. അടുത്ത വചനം
യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈആ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അർത്ഥം, ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. ഒരു പിതാവും തൻ്റെ സന്താനത്തിന് പ്രയോജനം ചെയ്യാത്ത ഒരു സന്തതിയും പിതാവിന് ഒട്ടും പ്രയോജനം ചെയ്യാനാവാത്ത ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാകുന്നു. അതിനാൽ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. പരമവഞ്ചകനായ പിശാചും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. അതാണ് ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ആയത്തിലെ പ്രധാനപ്പെട്ട പദങ്ങളെന്ന് പറയുന്നത് ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുവിൻ. ഇത്തക്ക എന്ന് പറഞ്ഞാൽ അവൻ സൂക്ഷിച്ചു, യത്തക്കി അവൻ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുവിൻ, കൽപ്പനക്രിയ. ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ജനങ്ങളോട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇപ്പോൾ അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ തനിച്ച കുഫറിൽ വീണ്ടും മടങ്ങിപ്പോകുന്ന ആളുകൾ, എന്നാൽ മിതത്വം പാലിക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എന്നാൽ മുഴുവൻ ജനങ്ങളെ വിളിച്ചു പറയാൻ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ്. വഖ്ശൗ, പ്രധാനപ്പെട്ട ഒരു പദമാണ് വഖ്ശൗ. ഖശിയ ഭയന്നു, യഖ്ഷ ഭയക്കുന്നു, ഖശിയത്ത് ഭയം. അപ്പോൾ ഇഖ്ഷൗ, നിങ്ങൾ ഭയപ്പെടണം, നിങ്ങൾ ഭയപ്പെടുവിൻ എന്നർത്ഥം. യൗമൻ, ഒരു ദിവസത്തെ. ലാ യജ്സി, ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകി. യജ്സി പ്രതിഫലം നൽകുന്നു, ജസാ പ്രതിഫലം. അപ്പോൾ ലാ യജ്സി എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ പര്യാപ്തമാവുകയില്ല എന്നർത്ഥം. വാലിദുൻ എന്ന് പറഞ്ഞാൽ പിതാവ്, ജനയിതാവ്. അൻ വലദിഹി, തൻ്റെ സന്താനത്തിന്. ഇനിയോ മൗലൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സന്തതി. പിന്നെ ജാസിൻ, പ്രതിഫലം നൽകുന്നവൻ. അത് ജസായിജി അതിൻ്റെ ഫായിലാണ്. അതിൻ്റെ ഒരു കർത്താവ് രൂപമാണ് ജാസിൻ എന്നുള്ളത്. പിന്നീട് ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ തഗുറന്നക്കും, ഗറ യഗുറു. ഗറ പറഞ്ഞാൽ വഞ്ചിച്ചു എന്നർത്ഥം. ഗറ യഗുറു, വഞ്ചിക്കുന്നു. പിന്നെ ഉറൂർ അല്ലെങ്കിൽ ഗറുൻ, അതൊക്കെയാണ് അതിൻ്റെ മസ്ദർ. അപ്പോൾ ഫലാ തഗുറന്നക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവൻ വഞ്ചിക്കാതിരിക്കട്ടെ എന്നാണ്. ഫലാ തഗുറന്നക്കുമുൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതം, ഇഹലോകവാസം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നക്കും ബില്ലാഹി അൽ ഗറൂർ, മഹാവഞ്ചകൻ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങളെ വഞ്ചിക്കാതെയും ഇരിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യരെ മുഴുവൻ വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കാരണം ഇവിടെ ഒരാൾക്ക് തൻ്റെ സഹോദരനോ മാതാവോ പിതാവോ ഭാര്യയോ ഭർത്താവോ എത്ര ഫ്രണ്ട്ഷിപ്പുള്ള ആളാണെങ്കിലും രക്തബന്ധമുള്ള ആളാണെങ്കിലും ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസമെന്ന് പറയുന്നത് ഖിയാമത്ത് നാളാണ്. അന്നത്തെ പ്രത്യേകത എന്താ? പരിശുദ്ധ ഖുർആനിൻ്റെ 80-ാം അധ്യായം സൂറത്തു അബസ അതിൻ്റെ 34, 35, 36 വചനങ്ങളിൽ പറയാം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ. മനുഷ്യൻ തൻ്റെ സഹോദരനിൽ നിന്ന് ഓടിയകലുന്ന ദിവസം, മാതാവും പിതാവും ഓടിയകലുന്ന ദിവസം, തൻ്റെ ഇണയും സന്താനങ്ങളും ഓടിയകലുന്ന ദിവസം. അപ്പം അങ്ങനെ ഒരു ദിവസം വരാനിരിക്കുന്നു എന്നുള്ളതാണ്. ആ ദിവസത്തെ സൂക്ഷിക്കണം. അന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ് ഈ ആയത്തിൽ, ഒരു പിതാവും തൻ്റെ സന്തതിക്ക് ഒരു ഉപകാരം ചെയ്യാൻ കഴിയാത്ത ദിവസം എന്നാ. യൗമൻ, ആ ദിവസം, ലാ യജ്സി വാലിദുൻ,
ഒരു പിതാവും ഉപകാരം ചെയ്യുകയില്ല അൻ വലദിഹി തൻ്റെ സന്തതിയെ സംബന്ധിച്ച്. ഇനിയോ വലാ മൗലൂദുൻ ഒരു സന്തതിയാകട്ടെ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈആ തൻ്റെ പിതാവിന് ഒട്ടും ഒരു ഉപകാരവും ചെയ്യാത്ത ദിവസം എന്നുള്ളതാണ്. അതുതന്നെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ 80-ാം അധ്യായത്തിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ആ വചനങ്ങൾ പഠിപ്പിക്കുന്നത്. ഓടി അകലുകയാണ്. അത് പരിശുദ്ധ ഖുർആനിൽ വേറെയും പറഞ്ഞിട്ടുണ്ട്. കാഹളത്തിലൂതപ്പെട്ടാൽ അന്ന് അവർക്കിടയിൽ ഒരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. 23-ാം അധ്യായം സൂറ അൽ മുഅ്മിനൂൻ്റെ 101-ാമത്തെ വചനം ഫഇദാ നുഫിഖ ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ കാഹളത്തിൽ ഊതപ്പെട്ടാൽ അവർക്കിടയിൽ ഒരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. അന്നേ ദിവസം വലാ യതസാഅലൂൻ അവർ പരസ്പരം ചോദിക്കുകയുമില്ല, അന്വേഷിക്കുകയുമില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ് കുല്ലും മ്രിഇൻ ബിമാ കസബ റഹീൻ ഓരോ മനുഷ്യനും അവനവൻ ചെയ്ത കർമ്മത്തിന് പണയമായിരിക്കുമെന്നാണ് സൂറത്ത് തൂറിലെ വചനമാണ്. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് അള്ളാഹുവിൻ്റെ സമ്പൂർണമായിട്ടുള്ള അധികാരത്തിലായിരിക്കും. വൽ അംറു യൗമഇദിൻ ലില്ലാ സൂറ ഇൻഫിത്താറിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കണം. അങ്ങനെയുള്ള ഒരു ദിവസത്തെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കേണ്ടതുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ അവസ്ഥ എന്താ? അവന് ഈ ഭൗതിക ലോകത്ത് പല സുഖങ്ങൾക്കും അതുപോലെ ഐശ്വര്യങ്ങൾക്കും എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് പ്രാധാന്യം നൽകുന്നു. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിന് അമിതമായ പ്രാധാന്യം നൽകുന്നു. പിശാച്ച് ചീത്ത ഉപദേശങ്ങൾ നൽകുകയാണല്ലോ. പിശാച്ച് അവനെ ഉപദേശിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നവന് മനസ്സിലാക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ്റെ സൂറത്തു അന്നിസ 4-ാം അധ്യായം അതിൻ്റെ 120-ാം സൂക്തത്തിൽ പറയുകയുണ്ടായി യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ ആ പിശാച്ച് അവരോട് വാഗ്ദാനം ചെയ്യുന്നു, പല വാഗ്ദാനങ്ങളും. വയുമന്നീഹിം അവൻ വ്യാമോഹിപ്പിക്കുന്നു, അവനവർക്ക് വ്യാമോഹങ്ങൾ നൽകുകയാണ്. വമാ യഇദുഹുമുശ് ശൈത്വാനു പിശാച്ച് അവരോട് വ്യാമോഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അവന് വാഗ്ദാനം ചെയ്യുന്നില്ല ഇല്ല ഗുറൂറ എന്തല്ലാതെ വഞ്ചനയല്ലാതെ എന്നുള്ളതാണ്. അതാണ് എല്ലാം വഞ്ചന മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഷർറിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.